ചെമ്പലങ്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം തൃശ്ശൂര് വല്ലൂരുള്ള നമ്മുടെ കൊച്ചു ഗ്രാമത്തിലെ ഒരു കുഞ്ഞമ്പലാണ് കേട്ടോ. ഇവിടുത്തെ ഭഗവതിക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അതെല്ലാവരുടെ മനസ്സിലുണ്ട് കേട്ടോ. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ദേവീനെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റപ്പെടലുകളിലൂടെ മാത്രം വളർന്നു വന്ന ഭാഗ്യൻ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിലും ദേവിയോട് പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് വളർന്നു വന്നതെന്ന് പറയാറുണ്ട് കേട്ടോ. അത് ഭാഗ്യന് മാത്രമല്ല, ഇവിടെ വന്ന ഞങ്ങൾക്കും ഇവിടെ വരാനിരിക്കുന്നവർക്കും ഇവിടെ വളർന്നവർക്കും ഇവിടെ നിന്ന് പോയവർക്കും ഒക്കെ ദേവി ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുള്ള ഞങ്ങളുടെ ഗ്രാമത്തിലത്തെ ഞങ്ങളുടെ ഉത്സവവും ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? കണ്ണുവേദന ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകി വന്നപ്പോഴേക്കും നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉമ്മറ തന്നെ അണിനിരന്ന് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സിദ്ദിഖ് സാറുടെ സ്വരത്തില് നമ്മുടെ ട്രിവാൻഡ്രത്തെ കഷായം കേസ് ഇങ്ങനെ വിവരിച്ചുകൊണ്ട് ഒരു കഥ പോലെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഗുഡ് മോർണിംഗ് വൈബ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ വല്ലൂരത്തെ. രണ്ട് കണ്ണില്ലാത്ത ഭാര്യനെ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾ പോയില്ലേ മനുഷ്യ? നമ്മുടെ കുട്ടേട്ടനാണോ? കുട്ടേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ ഉച്ചക്ക് ചോറുണ്ണാൻ. അയ്യോ അത് മറന്നു. എന്നാലും ചേട്ടാ എന്നെ നോക്കാണ്ട് പോയില്ല കേട്ടോ. എന്റെ അടുത്ത കണ്ണു ആകെ ഡാമേജ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഈ അറ്റൻഷൻ സീക്കിങ് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ മുതുക്കിക്ക് ഇതിന്റെ കാര്യം ഉണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടോ? എനിക്ക് അങ്ങനെയാടാ. എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കണം, സുഖായോ, കണ്ണിന് കുറവുണ്ടോന്ന്. ഇവൻ വലിയ ഭാരിച്ച അസുഖമാണെങ്കിൽ കൂടി ആ ചോദ്യത്തിൽ അതങ്ങടെ അലിഞ്ഞു കൂട്ടാ. ഞാൻ കാലത്ത് എനിക്ക് ഇപ്പൊ ഭാഗ്യനെ കാണാനുമില്ല, എനിക്ക് ആ ചോദ്യം കിട്ടിയില്ല. അപ്പൊ ഞാൻ പരാതി പറഞ്ഞതാണ് നിങ്ങളീ കണ്ടത്. ഒരു തമാശ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുഞ്ഞുവാവ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞുവാവ പുറത്ത് ചാടുന്നേ. അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് എന്താടോ കാര്യം? ഇങ്ങനെ എന്താ പറയാ, വിൻറ്റേജ് മോഡല്. ചിലപ്പോഴൊക്കെ നമ്മൾ കുറച്ച് മോഡേൺ ആവണമെന്നേ. അങ്ങനെ നമ്മൾ ഇന്ന് ഉപ്പേരി വയ്ക്കാൻ പോകുന്നത് കഞ്ഞിക്ക്, അതായത് കൊള്ളിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെ കൊള്ളി എന്ന് പറയാം. കപ്പയൊന്നും നമ്മുടെ നാട്ടിലില്ലാന്ന്. ഇതിനെ കൊള്ളി എന്ന് പറയും. ഇതിങ്ങനെ വെട്ടി നുറുക്കി കഴുകി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കൊത്തി നുറുക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അങ്ങനെ കൊത്തി നുറുക്കി കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചെടുത്ത് സാധാരണ നമ്മൾ എങ്ങനെയാ കാച്ചുക അതുപോലെ തന്നെ കാച്ചൂട്ടാ. നമ്മുടെ ഇവിടെ എല്ലാം കുഞ്ഞുള്ളിയിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാറുള്ളത്. അതായത് ഉപ്പേരികളൊക്കെ കാച്ചാറുള്ളത് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കല്ലിലോ നന്നായിട്ടൊന്ന് ചതയ്ക്കും. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും. കുത്തുമുളക് എന്ന് പറയും. അതായത് നമ്മുടെ കിഴക്കൻ മുളക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഉണക്കിയിട്ടൊന്ന് കറക്കിയെടുത്ത് അതിലാണ് നമ്മൾ നമ്മുടെ ഉപ്പേരികളൊക്കെ വെക്കാറുള്ളത് കേട്ടോ. അത് ഉള്ളി നന്നായിട്ട് മൂത്തിട്ടാണ് നമ്മൾ അതിലേക്ക് ഇടാറുള്ളത്. കുറച്ച് വെള്ളം ഊറ്റി കളഞ്ഞ്, കപ്പയുടെ വെള്ളം പോയിസണാണ്, സൈനൈഡ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഈ ഇടയ്ക്ക് നമ്മൾ പശുവൊക്കെ ചത്തപ്പോൾ നമ്മളിങ്ങനെ പറയണ്ടായി, ദൈവമേ എന്ത് കഷ്ടം ഉണ്ടായി അല്ലേ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. പക്ഷേ ഇത് നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ പണ്ടൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. എന്നാലും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ്, ഇനിയിപ്പോൾ വേറെ അസുഖമൊന്നും വരുത്തണ്ടല്ലോ, ഉത്സവമല്ലേ എന്നൊക്കെ വിചാരിച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമ്മൾ അതിട്ട് ഇളക്കി കൊടുത്ത് കപ്പ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ, അതായത് കൊള്ളി ഉപ്പേരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഈ വക പരിപാടികളൊക്കെ നടക്കുകയാണെന്ന്. ഇതിന് തേച്ച് മിനുക്കാനും കൂടി ഉണ്ട്. ഇതെങ്ങനെ തന്നെ ഓണായേട്ടാ. ഒന്നോ രണ്ടോ പേര് നമ്മൾ ഇവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്നതിന് പരാതി പറഞ്ഞായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മുടെ വീട്ടിൽ ബാക്കിലത്തെ വരാന്തയിൽ ഇരുന്നിട്ടാണ് എല്ലാവരും കഞ്ഞി കുടിക്കുന്നത്. ഒന്നോ രണ്ടോ പേരാണ് പരാതി പറഞ്ഞത്. ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അറിയാം നമ്മൾ ചേട്ടന്മാർ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം എങ്ങനെയാണെന്ന്. അപ്പൊ നമുക്കിനി ഉച്ചക്കത്തുള്ള പരിപാടി തുടങ്ങിയാലോ? പൊട്ടിച്ചതാ നമ്മുടെ പപ്പായ. ശ്രീകുട്ടന്റെ തലയാണോ? എന്റെ തല ശ്രീകുട്ടന്റെ തലയെ കളിച്ചെടുത്താ അതിന്റെ കോള് വലിയ പപ്പായ. നോക്ക് നിങ്ങള്, എന്റെ പൊന്നോ. സിനിമയിലെ പോലെ ആ ദിവസം അവരാരും ഇവിടെ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഉച്ചയ്ക്കുള്ള അരി ഇട്ടപ്പോൾ ചേട്ടന്മാർ പറഞ്ഞോടി, ഞങ്ങൾ ഉച്ച വരെ ഉള്ളൂ, ഉച്ച കഴിഞ്ഞ് നമുക്ക് കാട് കയറണ്ടേ, അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയല്ലേ, ദേവീനെ എഴുന്നള്ളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ കഴിച്ച് കുറച്ച് ഇഞ്ചിമ്പുളിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഭാഗ്യം പോകുന്നത് എന്ത് പൊട്ടിക്കാനാടാ? പച്ചമുളക് പൊട്ടിക്കാനാണ്. ഈ പച്ചമുളകിൻ്റെ വിത്തുണ്ടോ ശ്രീ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ പറയാറില്ലേ, നമുക്കിത് ബുദ്ധിമുട്ടാണ്, അയച്ചു തരാം. നിങ്ങൾ KMB ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ മണ്ണുത്തിയിൽ ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ട്, 2-3 രൂപയൊക്കെ ഉള്ളൂ. നമ്മൾ 15 രൂപയുടെ തൈ കുറച്ച് വലുപ്പമുള്ളത് മേടിച്ച് വെച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കൃഷിയാണ് കേട്ടോ അത്.
ഞാനേ മുളക് പൊട്ടിക്കാൻ പോയപ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരു പൂരാതിഥി ആകെ കൂടിയുള്ള ഇക്കൊല്ലത്തെ അതിഥിയാണ് അമ്മ വന്നിട്ട് അമ്മനെ കാണിച്ചതാ. നമ്മുടെ മണി പ്രസവിച്ചു, മണിക്ക് ചോറ് കൊടുക്കട്ടെ. അതെ ഹായ് പറയാമ്മ. ഞാൻ നടന്നു വയ്യാണ്ടായിട്ട് വരുന്നേ. അവിടെ കൊണ്ട് റോഡ് പണിയാ, നല്ല റോഡാക്കുന്നുണ്ട്. അവിടെ ഇത്തിരി ഭയങ്കര മോശമാണ്. കയറ്റു നല്ല വലിയ കയറ്റാ. അയ്യോ അമ്മ ചേട്ടാ നമ്മുടെ മീനിന്റെ തല ഒന്ന് മിക്സിയിലിട്ട് ആക്കും, എന്നിട്ട് മണിക്ക് കൊടുക്കും. അതിപ്പോ പാല് കുടിക്കും. അവളെ കൊണ്ട് അവളെ കൊണ്ട് വൈകുന്നേരം കാട്ടിയെ പോകാനുള്ള ചടങ്ങിന് അമ്മ നേരത്തെ തന്നെ എത്തിയതാണ് കേട്ടോ. അപ്പം ഞാൻ മണിക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് മണി പ്രസവിച്ചത്. മണിയുടെ മൂത്ത മോൾ ഇപ്പോഴും പാല് കുടിക്കുന്ന കാരണം കൊണ്ട് ഇപ്രാവശ്യത്തെ കുട്ടികളും സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യം ഒരു പിടിയില്ല. അപ്പം ഞാൻ പരിപ്പ് കുത്തിക്കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഇവിടെ എന്തെങ്കിലും തിരക്കുള്ള ദിവസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വയ്യാതിരിക്കുമ്പോഴൊക്കെ മെയിനായിട്ടുള്ള ഒരു ഭക്ഷണമാണ് പരിപ്പ് കുത്തിക്കാച്ച എന്നുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ പേര് എപ്പോഴും ഞാൻ പരിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ചോദിക്കും ശ്രീ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന്. തുടക്കക്കാർക്കൊക്കെ നല്ല ചൊടിയിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അടിപൊളി സംഭവമാണ് പരിപ്പ് കുത്തിക്കാച്ചത് മുണക്കമീനും കേട്ടോ. പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കുക, അതിലേക്ക് ഇരുമ്പമ്പുളിയും അതുപോലെ തന്നെ തക്കാളിയും കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വീണ്ടും ഒന്നൊരു വിസിൽ കൊടുക്കുക. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ മൂപ്പിക്കുക, വേപ്പിൻ്റെ ഇലയിട്ട് മൂപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കുത്തുമുളകോ ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്നാൽ പുളിഞ്ചിയും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും കണ്ണൊരു ഏകദേശ കോലത്തിലായി. ഇനിയിപ്പോൾ പുളിഞ്ചിയുടെ കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു പുളിഞ്ചി തയ്യാറാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആക്ച്വലി പുളിഞ്ചി എന്ന് പറയില്ല, നമ്മുടെ ഇവിടെ അത് ഇഞ്ചമ്പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളതിൽ കൊപ്ര അരിഞ്ഞ് വറുത്ത് ഇടും, നല്ല അരിഞ്ഞിട്ട് വറുത്തിട്ട് ഇടും. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്കൊക്കെ അടിക്കുമ്പോൾ. പുളിഞ്ചി എപ്പോഴും നമ്മളിവിടെ നല്ല മധുരത്തിലാണ് കിട്ടുക, എല്ലായിടത്തെയും പോലെയല്ല. നമ്മുടെ ഇവിടുത്തെ പുളിഞ്ചിക്ക് ഒരു വേറെ ടേസ്റ്റാണ്. കുറേ മാസങ്ങളോളം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് തൊട്ട് നിൽക്കുന്ന അച്ചാറ് പരുവത്തിലുള്ള ഒരു സംഭവമാണ് പുളിഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ നാളികേരം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നാളികേരം കൊപ്ര എന്ന് പറയില്ലേ, അത് നമ്മളൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ ലിങ്ക് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ യൂട്ടൻസിൽസ് ബൈ മാർക്കസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ആ ചേട്ടൻ എനിക്ക് അയച്ചു തന്നതാണ്. ഇതിൻ്റെ കുറച്ചധികം പത്രങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ റീലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ നമ്മൾ ആ എണ്ണ തന്നെ ഒഴിച്ചു, അതിൽ കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു. ഇനി നമ്മൾ കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുക, നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ വെളുത്തുള്ളി വളരെ കുറവേ ഇട്ടിട്ടുള്ളൂ, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇഞ്ചി പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിൽ വലിയ സ്പൂണ് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി. നമ്മുടെ മുളകിന് നല്ല എരിവുണ്ടാവും എന്നറിയാലോ, ആ ഉണ്ടമുളകിന്. അത് കാരണം കൊണ്ടാണ് നമ്മൾ മുളക് പൊടി കുറവിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ബ്ലാക്ക് കളറായിട്ട് വരുമ്പോൾ, ആദ്യം ഞാൻ പുളിവെള്ളം ഒഴിച്ചപ്പോൾ അതിലേക്ക് വീണില്ലായിരുന്നു. പിന്നെ നമ്മൾ വലിയൊരു അരിപ്പെടുത്ത് അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഇപ്പോൾ ഇതുപോലെ. അപ്പോൾ നമ്മൾ പുളി കുറച്ച് നേരം മുന്നേ വെള്ളത്തിലിട്ട് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 5-6 അച്ചോളം ബെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര, ഇവിടെ ബെല്ലെന്നും പറയും കേട്ടോ. ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് 5-6 മിനിറ്റ് നമ്മൾ കുറുകി വരുമ്പോൾ, പെട്ടെന്ന് കുറുകാനുള്ള എൻ്റെ ഐഡിയ ആണ്, അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ കുറുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോളം നമ്മൾ കുറുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത് ഒരു ട്രഡീഷണൽ വേ ആണോ എന്ന് എനിക്കറിയില്ല. കുറേ നേരം കുറുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പിന്നെ കുറേ നാളിത് ഇരിക്കുകയും ചെയ്യും, രുചിക്കും വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറുതായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കുറുക്ക് പണിയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ പിന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാളികേരവും, പിന്നെ ഇതിരി മധുരം പോരാന്ന് തോന്നിയപ്പോൾ അമ്മ കുറച്ച് മറയൂർ ശർക്കര പൊടിച്ചതും നമ്മുടെ വീട്ടിലിരിക്കണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അതെ സംഭവം റെഡിട്ടാ. മഞ്ഞ കളറല്ലേ, മഞ്ഞൾ വെച്ചോ മോൻ?
നമ്മുടെ നാട്ടിലത്തെ ഉത്സവം എന്ന് പറയുന്നത് 2-3 ദിവസം മുന്നേ തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ചുറ്റും കാടായതുകൊണ്ട് മലദൈവങ്ങളും നമ്മളെ കാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രീമൂലസ്ഥാനത്ത് വിളക്ക് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ നാട്ടിലെ ഉത്സവം തുടങ്ങാൻ വേണ്ടിയിട്ട്. ശ്രീമൂലസ്ഥാനം എവിടെയാ? കാട്ടിലോട്ട് കയറി പോകണം കേട്ടോ ശ്രീമൂലസ്ഥാനത്തേക്ക്. അപ്പോൾ നമ്മൾ അവിടെ തെളിയിക്കാനായിട്ട് പോകുന്നതാണ് ആദ്യം ഉത്സവം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കണ്ണുവേദനയൊക്കെ മാറി വരുന്നേ ഉള്ളെന്നുണ്ടെങ്കിലും ആ ഒരു കാഴ്ച കാണാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. കൊല്ലത്തിലൊരിക്കലാണ് നമ്മൾ ആ കാട്ടിലേക്ക് പോണത്. ഇവിടെ പുറത്തു നിന്ന് മാത്രം ആസ്വദിച്ചിട്ടുള്ള ആ കാടിൻ്റെ ആ വന്യഭംഗി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും എല്ലാ കൊല്ലവും പോകാറുണ്ട്. അപ്പോൾ പോകുന്നേക്കാളും മുന്നേ ചേട്ടന്മാർക്ക് ഒരു പപ്പായ ഷേക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിഗംഭീരമായ ചൂടാണ്. കഴിഞ്ഞ വർഷം ഈ ചൂടിലാണ് നമ്മുടെ കാട് കത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഉത്സവം വന്നിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ മാസത്തിലായിരുന്നു. പ്രതിഷ്ഠാദിന ഉത്സവമൊക്കെ ഒരുമിച്ചായിരുന്നു. ഇപ്രാവശ്യം സാധാരണ പോലെ തന്നെ ഫെബ്രുവരിയിലാണ് ഉത്സവം നടക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടാടിയത് കേട്ടോ. അപ്പം നമ്മുടെ പപ്പായ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പാലും പഞ്ചസാരയും പപ്പായയും മാത്രം മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി പപ്പായ ഷേക്ക് റെഡിയാവും കേട്ടോ. ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഭയങ്കര ഹെൽത്തിയാണ്. പഞ്ചസാര ഇട്ടില്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ ഹെൽത്തിയാണ്. മുഴുവൻ കുടിക്കണ്ടാന്ന്. ഭാഗ്യം ചെറിയ പുള്ളിയൊന്നല്ല കേട്ടോ. അമ്പലത്തിലത്തെ പ്രസിഡൻ്റായി. മനുഷ്യനെ ഞാൻ കണ്ടിട്ട് 1 മാസമായി. അപ്പോൾ പണികളൊക്കെ നടക്കുന്നുണ്ട്. ചേട്ടന്മാർ ഉച്ചയോടുകൂടി പണിയൊക്കെ നിർത്തി നമ്മളൊരു 3 മണിയോട് കൂടി എല്ലാവരും കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകും കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് യാത്രയ്ക്ക് ആയിട്ടാ. അപ്പം എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കാട് കാണാണ്ട് അവിടെ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോവാം. അപ്പം ഇതിലേ ഇങ്ങനെ നടന്ന് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ നമ്മൾ റെഡിയായി. ഞാനേ കറുപ്പക്കണ്ണട വെച്ചു കേട്ടാ. അപ്പം എനിക്ക് നമ്മുടെ നാട്ടിൻ പ്രദേശമല്ലേ, ചിലപ്പോൾ അതിൽ ഓവറായാലും ഒരു ആടുതോമ ലുക്ക് എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കണ്ണട വയ്ക്കാന്ന്. കണ്ണ് ചെറിയൊരു ഇങ്ങനെ ഒരു സ്വെല്ലിങ് ഉണ്ടല്ലമ്മ. അപ്പം ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ വലിയ കുഴപ്പമൊന്നും. ശ്രീകുട്ടന് കണ്ണട കൊടുത്താ? ശ്രീകുട്ടന്. അപ്പം പോവാട്ടെ നമ്മള്. ആ കാണുന്ന കാടിൻ്റെ അറ്റത്ത് അവിടെ ഒരു പാറയുണ്ട്. ആ പാറയുടെ അവിടേക്ക് നമുക്ക് എത്തണം. അപ്പം നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് നടന്ന് പോവും. അപ്പോൾ വാതിലൊക്കെ പൂട്ടി നമുക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് സ്റ്റീഫൻ ചേട്ടൻ്റെ പറമ്പിൽ കൂടെ. അപ്പോൾ നമുക്ക് അതിൽ പോവാട്ടാ. ചീച്ചൂട്ടൻ അവിടെ പുതിയ ഷർട്ടാണ്. ചീച്ചൂട്ടൻ്റെ പുതിയ ഷർട്ടും പുതിയ പാൻറ്റും. ഇവിടെ മൊത്തം പണി കഴിഞ്ഞതിൻ്റെ വേസ്റ്റും സാധനങ്ങളൊക്കെ കിടക്കേണ്ട വീടിന് ചുറ്റും. ഒരു ദിവസം ചേട്ടന്മാരും ചേച്ചിമാരെയൊക്കെ നിർത്തണം. പൂരത്തിനും മുന്നേ ആവുമെന്ന് പറഞ്ഞതാട്ടാ. ഒന്നും ആയില്ല. ആരും വരാത്ത കാരനെ കഴിഞ്ഞില്ല. ഇപ്പോൾ കുഴപ്പമില്ല, വൃത്തിയാക്കൊന്നും വേണ്ടല്ലോ, ആരും വരുന്നില്ലല്ലോ. പൂരത്തിന് മുന്നേ ധൃതി ഉണ്ടായിരുന്നു. അതില്ല, ആരും വരുന്നില്ലല്ലോ. മലയിൽ താണ്ടി അരുവി താണ്ടി കാട് താണ്ടി നമ്മളങ്ങനെ ചെമ്പലങ്കാട് ദേവിയുടെ ശ്രീമൂലസ്ഥാനത്തേക്ക് പോവാണ്. അപ്പോൾ പഴയ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പൂർവികർ ദേവീനെ എന്താ പറയുക ഇവിടെ കൊണ്ടിരുത്തി എന്നാണ് പറയുന്നത്, നമ്മുടെ നാട് കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് മൾബറി കണ്ടു. അവിടെ അതും ഇതുമൊക്കെ ആയിട്ട് കണ്ടു. കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്, റബ്ബറും തോട്ടത്തിലൂടെയൊക്കെ. ഇവിടെയൊക്കെ ജനവാസമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ജനവാസമില്ലാത്ത സ്ഥലങ്ങളൊക്കെ വളരെ ഉള്ളിലോട്ട് മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ഒരുപാട് അയൽപ്പക്കക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനെ ബസ് സർവീസും ഒക്കെയുള്ള എല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. എന്നാൽ എല്ലാം തികഞ്ഞ ഗ്രാമം എന്ന് പറയാനും പറ്റൂല. പക്ഷെ നമ്മളിവിടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വിജനമായ കാട്. ഇപ്പം എനിക്ക് തോന്നുന്നതേ നമ്മുടെ ഈ റബ്ബറൊക്കെ നന്നായിട്ട് പൂക്കുന്ന സമയം തോന്നുന്നു. അമ്മ പറയുന്ന ലക്ഷ്യബോധത്തോടു കൂടി നടന്നാലാണ് നമ്മൾ വേഗത്തുള്ള. അയ്യോ നീല കുറിഞ്ഞമ്മത് അതന്നെ കണ്ണാടി മാറ്റി നോക്കാൻ. അപ്പൊ നീല കളർ മാറുമോ എന്റെ ശ്രീകുട്ട? അപ്പൊ ആ ചേട്ടനല്ല രഘുവേട്ടന്റെ 3 ആള്. ഇത് രണ്ടാമത്തെ. ഓക്കെ ആലോചിച്ച് വന്നില്ലേ? രഘുവേട്ടന്റെ വീടാണത്. ആക്ച്വലി ആ വഴിയാണ് കേട്ടോ, നേരിട്ട് വരുന്ന വഴി. ശരി, ഒരുങ്ങാനാണോ? സത്യേച്ച് നിൽക്കണു, ദേ നിൽക്കണു സത്യേച്ച്. പനി മാറിയാ? ഞാനൊരു മരം കാണിച്ചേട്ടെ നിങ്ങൾക്ക്.
മരം കണ്ടാ പണിയാ രഘുവേട്ടനൊക്കെ കയറി കാണിച്ചു തന്നെ രഘുവേട്ടനോട് പറഞ്ഞ രഘുവേട്ടൻ കയറി കാണിച്ചു തന്നെ അതെങ്ങനെ കയറുന്നു. വളരെ കുറച്ച് ആൾക്കാരുള്ള കാരണം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയമാണ് കേട്ടോ. അത് കാരണം കൊണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞ് ഞാൻ നമ്മുടെ മലദൈവങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മലയ വിഭാഗക്കാരുണ്ട്. മലയ വിഭാഗക്കാരുടെ ദൈവമായിട്ടുള്ള മലദൈവങ്ങൾ ഈ ഒരു പാറെടുക്കലാണ് കേട്ടോ നമ്മൾ പൂജ നടത്താറുള്ളത്. നമ്മുടെ വന്യമൃഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കാട്ടുതീയിൽ നിന്നും കാടിൻ്റെ ഈ കഠിനതയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നത് മലദൈവങ്ങളാണെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ വർഷത്തിലൊരിക്കലും നമ്മൾ അവിടെ പൂജ ചെയ്യും. വർഷത്തിലൊരിക്കലും മാത്രമല്ല, ചില പ്രത്യേക ദിവസങ്ങളിലും നമുക്ക് അവിടെ പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ശ്രീമൂലസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയും കാട് മുന്നോട്ട് കയറിയിട്ട് വേണം നമുക്ക് ശ്രീമൂലസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രത്യേക പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ദേവി എന്താ പറയുക ഉറഞ്ഞ തുള്ളി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുവിധം എല്ലാ മതവിഭാഗക്കാരും ജാതി മത ഭേദമന്യേ എല്ലാവരും കൂട്ടുകൂടുന്ന ഒരു സംഗമ സ്ഥാനമാണ് ഞങ്ങളുടെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ചെമ്പലങ്കാട് പാറ എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും, താഴെ നിന്ന് ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നതും ആ ഒരു സമയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കാണാൻ പറ്റും. നമ്മൾ ഓണവും വിഷുവും ഒക്കെ ആഘോഷിക്കുന്നതിനേക്കാളും വളരെ വളരെ കേമമായിട്ട് കൊണ്ടാടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിലത്തെ ഉത്സവം എന്ന് പറയുന്നത് കേട്ടോ. കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ആ ഒരു പുണ്യമുഹൂർത്തത്തിന് ഒരുപാട് ഞങ്ങൾ കാത്തിരിക്കാറുണ്ട്. കൂട്ടത്തെ കൂടാതെ മാറി നിൽക്കുന്ന 2 പേര്. പക്ഷെ നമുക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ കണ്ണിലത്തെ. എന്നാലും പിന്നെ കണ്ണാടിയൊക്കെ വെച്ചു എന്നേ ഉള്ളൂ. ശ്രീമൂലസ്ഥാനത്തേക്ക് പോവാ. അവിടെ നെയ്വിളക്ക് കത്തിച്ച് തീർത്ഥം കുടിച്ചിട്ട് വേണം നമുക്ക് മലയിറങ്ങാം. കുറേ ഉണ്ടല്ലേ മല കയറണം. ഇനിതാ നമ്മൾ പറഞ്ഞ പോലെ ശ്രീമൂലസ്ഥാനത്തേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് കാട് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് താലപ്പൊലി എടുത്തിട്ടാണ് നമ്മൾ താഴത്തേക്ക് വരിക കേട്ടോ. നമുക്ക് ആ കാണുന്ന പാറടക്കയിൽ കുറച്ച് തെളിനീരുണ്ട്. അത് എത്ര കഠിനമായ വേനൽക്കാലത്തും അതിൽ നിന്ന് നീരുറവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാണ് ഐതിഹ്യങ്ങൾ പറയാറുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന് കാണുകയും ചെയ്യാം. ഭയങ്കര ഒരു അത്ഭുത കാഴ്ചയാണ് കേട്ടോ അത്. ഇങ്ങനെ ഒറ്റി വീഴുന്ന ഒരു എന്താ പറയുക ഒരു ഉറവയുണ്ട് അവിടെ. അതിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥനയും അതുപോലെ തന്നെ അവിടെ വിളക്കൊക്കെ കത്തിച്ച് ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ച് കാടിറങ്ങി വരും. ഒരു ഇങ്ങനത്തെ പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂട്ടോ. നമുക്ക് എല്ലാവർക്കും വായിക്കാലോ, അത് അറിവ് കൂടിയല്ലേ. നമ്മുടെ വല്ലൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഉത്സവം, ഈ കാട്ടിലേക്ക് പോക്കും എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു പ്രത്യേകതരം ആചാരമാണിത്. ഇവിടെയാണ് ദേവിയുടെ ആ ഒരു വിഗ്രഹവും അതുപോലെ തന്നെ അവിടെ വിളക്കും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറയിടുക്കിയിൽ നിന്ന് ഇവിടെ അത്യാവശ്യം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ പകൽ സമയമൊന്നും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരാറില്ല. പിന്നെ ഒത്തിരി അങ്ങോട്ട് ഉൾക്കാട്ടിലേക്കും അല്ല, ഇത് വളരെ അടുത്താണ്. കാട് ഇങ്ങനെ വിജനമായിട്ട് കിടക്കല്ലേ. പക്ഷെ ഇത് കുറച്ച് ഉൾപ്രദേശമാണെന്ന് മാത്രം. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ, അതായത് നമ്മുടെ ഒരുപാട് പേര്, രഘുചേട്ടനടക്കം ഒരുപാട് പേര് കാടിൻ്റെ മക്കളാണ്. ഇവിടെ തേനെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ വേറെ പല ആവശ്യങ്ങൾക്കും അവരിവിടെ വരാറുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് അവർ കയറി ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം എന്നൊക്കെ പറയുന്നത്. എല്ലാ വർഷവും നമുക്ക് ഈ ഒരു ചടങ്ങും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ.
കഴിഞ്ഞ വർഷം പക്ഷേ അത് ഏപ്രിലായിരുന്നു എന്ന് മാത്രം. പിന്നെ നമുക്ക് പുനഃപ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ തെളിനീര് എന്ന് പറയുന്നത്. ഈ ഒരു പാറടിക്കിൽ നിന്നാണ് അത് വരുന്നത്. അത് നമ്മൾ വാഴയുടെ പോളയൊക്കെ വെച്ചിട്ട് കുറച്ചൊരു കുടത്തിലേക്ക് സംഭരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ശ്രീകുട്ടി അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് എൻ്റെ കണ്ണിലൊക്കെ ആക്കി തന്നു. അമ്മ വേഗം മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ തൊഴിലുറപ്പിലുള്ള ചേച്ചിമാരും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ കുറച്ച് വലിയ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ചേർന്ന് കാട് വെട്ടി ഒതുക്കി. ഇങ്ങനെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാട് പിടിച്ച പ്രദേശമായിരിക്കും. ഇത് വെട്ടി ഒതുക്കി നമ്മൾ വഴി തെളിച്ചിട്ടാണ് വർഷത്തിലൊരിക്കലും ഇവിടെ എത്തിപ്പെടുന്നത് കേട്ടോ. മലയോ മലവാരവും പൂങ്കാവനവും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ തെറ്റുകൾ ചെയ്യാതെ മുന്നോട്ട് ഇങ്ങനെ ജീവിതം ഭയങ്കര നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ കാരണം എന്ന് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ദൈവഭക്തി എന്നതിലുപരി ദൈവം ഒരു ഭയം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കുറേ തെറ്റുകളിൽ നിന്നൊക്കെ പിൻവാക്കും എന്നുള്ള ഒരു ചിന്താഗതി എനിക്കുണ്ട്. അങ്ങനെ നമ്മൾ കാടിറങ്ങി ഇതാ അങ്ങ് അകലെ കാണുന്ന സൂര്യഭഗവാനെ മുന്നിലേക്ക് ഇങ്ങനെ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇനി ഇറങ്ങുന്നത് നമ്മുടെ നാട്ടിലേക്കാണ്. ഈ ഒരു പാതയിലൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ വഴികളിൽ ഒരുപാട് വീടുകളുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ നിറയെ ദീപങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഇവിടെ ദേവനൃത്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപം 1-2 ചേട്ടന്മാർ വന്നിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ കൃഷ്ണേൻ്റെ കടയുടെ അവിടേക്കാണ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ടാറിട്ട റോഡും അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായ റോഡുകളൊക്കെ ഉള്ളത് അവിടെയാണ് കേട്ടോ. ഇതും വഴിയൊക്കെ ഉണ്ട്, കാട്ടിലേക്കൊക്കെ പോകാറൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ അമ്പലത്തേക്കാണ്. അമ്പലത്തിൽ ഇനി ദീപാരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടനേരങ്ങളിൽ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് അവർ കുറച്ച് നേരം നൃത്താടുകയൊക്കെ ചെയ്യും. എല്ലാ വർഷവും നമുക്ക് വെളിച്ചപ്പാടായിട്ട് വരുന്നത് വിജയേട്ടനായിരുന്നു. ഇപ്രാവശ്യം ആളുടെ മകള് ഗർഭിണിയായിട്ടിരിക്കുന്ന കാരണം കൊണ്ടോ മറ്റോ ആൾക്ക് മണിയണിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം വേറൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ദേവിയുടെ തിരുനാടാന്ന് പറയുന്നത്. ശിവകുടുംബ നൃത്താവിഷ്കാരം അരങ്ങേറി. ദേവനൃത്തം അവതരിപ്പിക്കാൻ വന്ന 3-4 പേര് സ്റ്റേജിൽ കുറച്ച് നേരം പെർഫോം ചെയ്തായിരുന്നു കേട്ടോ. അതൊന്നും നമുക്ക് കണ്ടു നോക്കിയാലോ. നമ്മുടെ ജ്ഞാനപ്പഴം കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛനോടും അമ്മോടും വഴക്കിട്ട് ലോകം ചുറ്റുന്ന ഗണേശനും അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ്റെയാണ് കഥ. അപ്പോൾ അത് അവരവതരിപ്പിക്കുകയാണെന്ന് മാത്രം കേട്ടോ. നല്ല രീതിയിൽ ചെയ്തു. മേളത്തിന് വന്ന ചേട്ടന്മാരെ അടിപൊളിയായിരുന്നു കേട്ടോ. അവരെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ. കൂട്ടുകാരെന്ന് പറയാം, എന്താ പറയാ, നമ്മുടെ എല്ലാമാണ് ആള്. 10 വർഷമായിട്ടുള്ള പരിചയമാണ് നമ്മള്. അപ്പോൾ ആളാണ് നമ്മുടെ അമ്പലത്തിൽ പാചകത്തിനായിട്ട് നമ്മൾ കൊണ്ടുവന്നത്.
എല്ലാ വിഭവങ്ങളായിട്ടുണ്ട് കേട്ടാ. വൈകിട്ടത്തെ അന്നദാനത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അച്ചാറ്, ഉപ്പേരി, അവിയല്, മോരുകറി, ഇഞ്ചമ്പുളി, സാമ്പാർ, പപ്പടം. ഇനി നമുക്ക് കഴിക്കുമ്പോ കാണിച്ചു കൊടുക്കാം. അച്ഛനെ പഠിസ്ഥലം അച്ഛനെ അവിടെ നിന്ന് ഒല്ലൂരിന്ന് വരല്ലേ, മോളുടെ എത്തുന്ന വീട്ടിൽ വരുമ്പോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാറുണ്ടേ. ഇന്ന് അതുണ്ടാക്കാം, ആ വീട്ടിലെ മോളും ഉണ്ടായില്ല, അപ്പൊ സമയം കിട്ടി. അച്ഛൻ നമ്മുടെ വീട് പണി തിരക്കില്ലാട്ടാ. അച്ഛൻ ഒരു മോളുടെ വീട് പണി കഴിഞ്ഞു ഒതുക്കി, രണ്ടാമത്തെ മോളുടെ വീട് പണിയിലേക്ക് എത്തി. ഒരാളുടെ കഴിഞ്ഞു, അടുത്തേക്ക് കടന്നിരിക്കാണ്. അതും കൂടി കഴിഞ്ഞ എല്ലാം ഇറക്കി വെച്ചു. അങ്ങനെ വിചാരിക്കും നമ്മള്. എന്ത് പൈസ? ഗോതമ്പ്. കഴിഞ്ഞ വർഷം പ്രതിഷ്ഠാ ദിനത്തിന്റെ കുറച്ച് ഓർമ്മകൾ ഇങ്ങനെ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 5-6 ദിവസം നമുക്ക് അമ്പലത്തിൽ തന്നെയായിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് കളിയും പാട്ടും ആട്ടും കൂത്തും ഒക്കെ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ഡേ ഇങ്ങനെ കഴിഞ്ഞു. വെണ്ടക്കായ, പച്ചമുളക്, മാങ്ങ, നാളികേരം, പറക്കൊട്ടത് കൊടുക്കാനുള്ളല്ലോ. ആ 450 രൂപ ഒരു തരം. ആരാണ് 460? സുരേഷ് രമേശ ചേട്ട കൂടി ഉണ്ടെന്ന്. 460 രൂപ, 460 രൂപ, 460, 460. സുരേഷ് കിറ്റിന്റെ പോത്തിന്ന് പോയി കാശു. 470 രൂപ, 460 രൂപ. വാക്കുറപ്പിക്കാവുന്ന ബാസി 500 രൂപ. രമേശ് ബാസിയെ പടി നോക്കണ്ടോ, രമേശിന്റെ ഒന്നും വേണ്ട. 500 രൂപ ഒരു തരം. സദ്യ ഒരുക്കി കഴിഞ്ഞ് ബാക്കി വന്ന സാധനങ്ങൾ ലേലം വിളിക്കുന്ന ഒരു ചടങ്ങാണ് കാണുന്നത് കേട്ടോ. നമ്മുടെ അമ്പലത്തിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കാര്യസ്ഥനാണ് നമ്മുടെ മോഹനൻ ചേട്ടൻ എന്ന് പറയുന്നത്. മോഹനൻ ചേട്ടൻ്റെ ആ ഒരു എനർജി നിങ്ങൾ കണ്ടില്ലേ? അത് കഴിഞ്ഞ് ഇക്കാൻ ഓർമ്മയുണ്ടോ? നമ്മുടെ വീട്ടിൽ മീനൊക്കെ കൊണ്ടുവരുന്ന ഇക്കയാണ് നമുക്ക് കളിപ്പാട്ടങ്ങളുടെ കട ഒരുക്കുന്നത് കേട്ടാ. കണ്ണാട് കൂടി ഇവിടെ 2 സൈഡിൽ വേരെടുക്കുക, തുമ്മുമ്പോ തലയുടെ ഒരു കിടക്കൊക്കെ ഫീൽ ചെയ്യുക. വീട്ടിൽ പോവാൻ മതിയായി, നിർത്തി പൂരാഘോഷം നിർത്തി. അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ശ്രീ